ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹീറോ ഡ്യൂറ്റ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ടും അതുപോലെ ബാക്കിൽ ആ റിമ്മൊന്ന് ബെൻഡായിട്ടുണ്ട്. അതൊന്ന് ലെവൽ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് സൗണ്ട് കിട്ടുക ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള സൗണ്ടായിരുന്നു. അതിൻ്റെ മെയിനായിട്ട് ആ സൗണ്ട് കാണിച്ചത്. ആ സൗണ്ടിൻ്റെ കാരണം ഈ ഒരു ബെയറിംഗാണ്. ഈ ബെയറിംഗ് ഉണ്ട് ഫുള്ളായിട്ട് പോയി കിടക്കുകയാണ്. നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെയറിംഗ് മാറ്റണം. ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ബെയറിംഗ് മാറ്റണം. അതുപോലെ ഗിയർ ബോക്സ് അഴിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. അതും മാറ്റണം. അതുപോലെ ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഈ ഇവിടെ വരുന്ന ഈ ബെയറിങ് അതുകൊണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും അഴിച്ചാണ്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് കണ്ട ബെയറിങ്ങുകളൊക്കെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം നമുക്ക് ആ ഗിയർ ബോക്സ് അഴിക്കണമെങ്കിൽ. അപ്പോൾ അവിടെ കൊണ്ട കംപ്ലൈൻറ്റാണ് ഈ ബെൽറ്റ് നല്ല കിടക്കുന്ന ബെൽറ്റ് കമ്പനി ബെൽറ്റൊന്നുമല്ല, ഒരു ബാൻഡോ പറഞ്ഞൊരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ ബെൽറ്റാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കൈയോടെ നമുക്ക് ഈ ബെൽറ്റും കൂടി മാറ്റണം. അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വീണിട്ടുണ്ട്. ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ ചിന്നൽ വീണിട്ടുണ്ട്. അതുകൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റാറായിട്ടുണ്ട്. ബ്രേക്ക് ഷൂ കിടക്കുന്നത് കമ്പനി ബ്രേക്ക് ഷൂ ഒന്നുമല്ല, അതും കുറഞ്ഞ ബ്രാൻഡിൻ്റെ ബ്രേക്ക് ഷൂ ആണ്. കൈയോടെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഷൂ കൂടി മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. പിന്നെ അതിൻ്റെ ഒരു റിമ്മിൻ്റെ ഒരു കംപ്ലയിൻറ്റ്സ് പറഞ്ഞായിരുന്നു. റിമ്മിൻ്റെ കംപ്ലയിൻറ്റ്സ് കാണിക്കുന്നത് എന്താണ്, ഇവിടെ ബെൻഡായി കിടക്കുന്നുണ്ട്. അത് തൽക്കാലം നമുക്ക് തട്ടിയിട്ടൊന്ന് ലെവൽ ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ ലെവൽ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ബെൻഡാണത്. അതുകൂടി ഒന്ന് ലെവൽ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.